നിർത്തിയാനെ നിർത്തി. ഇവിടെ തിരിയാനെ ആനക്കാരനായാലും 6 കണ്ണു വേണം, ഉറച്ചൊരു മനസ്സും, അല്ലെ ആനയുടെ കൊമ്പലിരിക്കും. വിളിക്കുന്നു. പ്രായക്കരയില് പാപ്പാൻ ആരൊക്കെ ഉണ്ടടി? കൊച്ചുപാപ്പ വല്ലതും പറഞ്ഞോ? 6-7 പിള്ളേരും ഭാര്യയും. താൻ എന്തിനാ ഇതൊക്കെ തിരക്കണേ? ഞാൻ വെറുതെ ചോദിച്ചതാ. ആരുണ്ടായാലും തനിക്കെന്താ? മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്ക് വലിയ തമാശയാണെങ്കിലേ ഞാനും കൂടി കേക്കട്ടെ. തമാശയൊന്നുമല്ല. പിന്നെ അച്ചോട്ടിന്റെ ഭാര്യയും കുട്ടികളെയും പറ്റി പറയായിരുന്നു. അതാണോ കാര്യം? പ്രായക്കരയില് നാട്ടുകാർ അറിഞ്ഞോണ്ട് ഒരു ഭാര്യ, കൊച്ചിയിലും നിലമ്പൂരും നാട്ടുകാരറിയാതെ വേറെ, എല്ലാം കൂടി പിള്ളേര് 10-12 എണ്ണമുണ്ട്. ഈ കുടുംബാസൂത്രത്തെ പറ്റി പാപ്പന് വലിയ ധാരണ ഒന്നുമില്ലല്ലേ? പിന്നെ ഈ ആനക്കാരെവിടെ ചെന്നാലും പെണ്ണുങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കും ഒന്ന് അടുത്തുകൂടാൻ. അതൊക്കെയല്ലേ ഞങ്ങൾ പാപ്പാന്മാരുടെ പ്രത്യേക സ്വഭാവം. അയ്യടാ, എന്നാലേ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണ്ട കേട്ടോ. കൊല്ലും ഞാൻ. ആനപ്പന്തി നിനക്കെന്താടി കാര്യം? ഓടി വീട്ടില് എന്ന് പറയാൻ താനാരാ? നിനക്കറിയില്ലേ? എന്നാ കേട്ടോ, നിന്നെ കെട്ടാൻ പോണോ താൻ മാത്രം തീരുമാനിച്ചാ മതിയോ? തൽക്കാലം അത് മതിയടി. വാവച്ചനൊന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. ആശാനെ, ആ കയ്യങ്ങടക്ക്. എടാ, എന്റെ പെണ്ണിന്റെ കൈ കയറി പിടിക്കാൻ നിന്റെ അനുവാദം വേണോ? ഓടി വീട്ടില്. എന്റെ ആശാനാണല്ലോ എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. കയ്യും കെട്ട് കൊള്ളുന്നതൊക്കെ അങ്ങ് നിർത്തി. ഇനി ആവശ്യമില്ലാതെ എന്റെ നേരെ കൈ ഓങ്ങിയാൽ ഓങ്ങുന്ന ആ കൈ ഞാൻ വെട്ടും. നീ ഞൊട്ടും. അതെ, അത് അവര് തമ്മിൽ തീർത്തോട്ടെ. പറഞ്ഞ കേക്കൂല അല്ലേ ഏട്ടാ? കണ്ണി ചോരയില്ലാത്തവനാ വാവച്ചൻ. പോരാത്തതിന് തെക്കന്റെ ആളും. തെക്കന്റെ ആൾക്കാരോട് ഇടയാൻ പോയ ആർക്കും ഇവിടെ മനസമാധാനത്തോട് ജീവിക്കാൻ പറ്റില്ല. ആരാ ഈ തെക്കൻ? ഞാനിവിടെ വന്നത് മുതൽ കേൾക്കുന്നു, ഈ കാട് ഭരിക്കുന്ന രാജാവ്
എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അതെങ്ങനെ? അയാൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇപ്പൊ നാട്ടിലാ. കാടാറ് മാസം കഴിഞ്ഞ് നാടാറ് മാസത്തിലാ. ഒരു ദിവസം അയാൾ വരും കാടിളക്കാൻ. അന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താന്ന് കർത്താവിന് മാത്രം അറിയാം. തന്നെ അവിടെ കിടന്നോ. ഞാൻ പറയും പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതെന്താണ് ഞാനത് കിടക്കാൻ പറഞ്ഞു. എണീക്കാൻ പറഞ്ഞു കിടക്കുക. പുറംകാലം കൊണ്ട് ഒരു അടി എന്ന ചടങ്ങി പോവും. 6 മൈൽ അപ്പുറത്ത് മാറി നിന്നല്ല ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കേട്ടാ. എന്നും ഇങ്ങനെ ആനപ്പിണ്ടോ മാറി കഴിഞ്ഞാ മതിയോ? എടാ ശിവ, കളിയാക്കല്ലേ. ഈ പേടി എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാൽ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഉവ്വ ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. വാ കേറാം. ശിവ, ഞാൻ പറഞ്ഞു കേൾക്ക്. സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കയറാം. ഇത് ആനയാ. ചിലപ്പോ ആന എന്നെ കണ്ടു പഠിച്ച ഒന്നും പേടിക്കില്ല. കേറാനാ പറഞ്ഞത്. കാല് വെച്ച് കേറും. അങ്ങോട്ട് കേറ്. ഞാനിവിടെ ഉണ്ട്. കേറിയേട്ടാ. കൊണ്ടു പോലെ ശിവ, ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറയ്ക്കുന്നു. മോനെ എന്തൊരു സുഖം മോനെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കില് 2 ദിവസം മുമ്പ് കയറിയിരിക്കായിരുന്നു അല്ലേ? അധികം തിരിക്കില്ല കേട്ടോ. മൂപ്പന്റെ മഴ പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, വരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ ഓർത്തില്ല. നമ്മൾ അടുത്ത മൂപ്പനാൻ വേണ്ടി കച്ച കെട്ടിരിക്കാണ്ടോ. ദോഷം പറയുന്നുണ്ടോ? ജോലി കൊള്ളാം. നല്ല മൂപ്പന് നല്ല മൂപ്പി. നല്ലതുപോലെ മൂക്കുന്നുണ്ടല്ലോ മൂപ്പ.